സോ വാട്ട് ഈസ് സെലക്റ്റീവ് ലിസണിങ്? സെലക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് ദി ടെക്നിക്സ് ദാറ്റ് വിൽ പ്രൊമോട്ട് ഓഡിറ്ററി സെൻസിറ്റീവ്നെസ് ആൻഡ് അസംബിലേറ്റീവ് കപ്പാസിറ്റി. നമ്മൾ സെലക്റ്റീവായിട്ട് ലിസൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓഡിറ്ററി സെൻസിറ്റീവ്നെസ് ഇമ്പ്രൂവ് ചെയ്യുന്നു. അതായത് ഏത് ആസ്പെക്റ്റിൽ ശ്രദ്ധ കൊടുക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് നമ്മുടെ ഇയറിനെ. സോ വാട്ട് ആർ ദ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് സെലക്റ്റീവ് ലിസണിങ്? എങ്ങനെ നമുക്ക് ലാംഗ്വേജിൻ്റെ പെർട്ടിക്കുലർ ആസ്പെക്റ്റിനെ മാത്രം ഫോക്കസ് ചെയ്ത് ലിസൺ ചെയ്യാം, അതിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. സെലക്റ്റീവ് ലിസണിങ് റെക്കമെൻഡ്സ് ലിസണിങ് ടു സർട്ടൻ ഫീച്ചേഴ്സ് അറ്റ് എ ടൈം. അതായത് ഒരു ലാംഗ്വേജ് ഒരാൾ നമ്മളോട് സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു പെർട്ടിക്കുലർ ഓഡിയോ ക്ലിപ്പ് വാട്ട് എവർ ഇറ്റ് ഇസ് വി ആർ ലിസണിങ് ടു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടൻ ഫീച്ചറിന് നമ്മൾ എങ്ങനെ ഫോക്കസ് കൊടുക്കാം, അതെങ്ങനെയാണ് അതിൻ്റെ പ്രിൻസിപ്പിൾസ് പോകുന്നത് എന്ന് നമുക്ക് നോക്കി നോക്കാം. ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദ വെരി മൊമെൻറ്റ് വൺ ഫസ്റ്റ് ഹിയേഴ്സ് എ ലാംഗ്വേജ്. അതായത് ഈ ഒരു സെലക്റ്റീവ് ലിസണിങ് എന്നൊരു പ്രൊസീജിയർ നമ്മൾ ആദ്യമായിട്ട് ആ ലാംഗ്വേജ് കേൾക്കുന്ന ആ മൊമെൻറ്റ് തൊട്ട് നമ്മൾ എന്ത് ചെയ്യണം, ട്രെയിൻ ചെയ്യണം. ലിസൺ ഫോർ ഓൺലി വൺ ഫീച്ചർ ഓഫ് അറ്റ് എ ടൈം. അപ്പോൾ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഓഡിയോ നമ്മൾ കേൾക്കാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ആസ്പെക്റ്റ്, ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ ഫോക്കസിങ് ഓൺ വൊക്കാബുലറി, അത് മാത്രം എന്ത് ചെയ്യുക, ആദ്യം ശ്രദ്ധിക്കുക. അതായത് ലിസൺ ടു വൺ ഫീച്ചർ ഓൺലി അറ്റ് എ ടൈം. ലിസൺ സക്സസീവ്ലി ടു ഓൾ ദ ഫീച്ചേഴ്സ്. മെല്ലെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫോക്കസ് ബാക്കിയുള്ള ഫീച്ചേഴ്സിലേക്ക് കൂടി ശ്രദ്ധ കൊടുക്കുക. പ്രിഫറൻസ് ഓഫ് ലിസണിങ് ഷുഡ് ബി ഇൻ ലോജിക്കൽ ഓർഡർ. എപ്പോഴും നമ്മൾ ലോജിക്കൽ ഓർഡറിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യണം, ആ ലിസണിങ് അല്ലെങ്കിൽ ആ ഫീച്ചേഴ്സ് സെലക്ട് ചെയ്യേണ്ടത്. കോൺസെൻട്രേറ്റ് ഓൺ ദ ഡിഫിക്കൽട്ട് പാർട്ട് ഓഫ് ദ ലാംഗ്വേജ്. ലാംഗ്വേജിൽ നമ്മൾ അക്വയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഭാഗത്താണ് ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ലിസൺ ചെയ്യേണ്ടത്. വി ക്യാൻ കൺസിഡർ ദ ലാംഗ്വേജ് അണ്ടർ 3 മെയിൻ ഫീച്ചേഴ്സ് നെയിംലി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഫീച്ചേഴ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള മെയിൻ ആയിട്ടുള്ള നോക്കാം. വൺ ഇസ് ഫോണറ്റിക് ഫീച്ചേഴ്സ്. ഫൊണറ്റിക് എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഫൊണറ്റിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും UG ആവുമ്പോൾ. ഫൊണറ്റിക് സൗണ്ടാണ്. സോ ആദ്യം ഫൊണറ്റിക് ഫീച്ചേഴ്സ് ആണ്, ദെൻ ഗോസ് ദ വൊക്കാബുലറി ആൻഡ് ദെൻ ഗ്രാമർ. വൊക്കാബുലറി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ദെൻ ഫൈനലി ഗ്രാമർ. ദ ഓർഡർ പ്രിഫറൻസ് ഓൾസോ ക്യാൻ ബി ദ ഓർഡർ മെൻഷൻ അബവ്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മളൊരു പ്രിഫറൻസ് ഓർഡർ നമ്മൾ കൊടുക്കേണ്ടത്. ഫസ്റ്റ് ഫൊണറ്റിക് ഫീച്ചേഴ്സ്, ദാറ്റ് ഈസ് സൗണ്ട് ആണല്ലോ, ഫൊണറ്റിക്സ്, ദെൻ വൊക്കാബുലറി, ദെൻ ഗ്രാമർ. ഇനി എന്താണ് ഫോണറ്റിക് ഫീച്ചേഴ്സ്? ഫോണറ്റിക് ഫീച്ചേഴ്സ് ഓഫ് എ ലാംഗ്വേജ് ഷുഡ് ബി ലിസൺ ടു റൈറ്റ് ഫ്രം ദ ബിഗിനിങ്. നമ്മൾ ആദ്യമായിട്ടൊരു പെർട്ടിക്കുലർ ലാംഗ്വേജ് നമ്മൾ കേൾക്കുന്ന സമയത്ത് ഫോക്കസ് കൊടുക്കേണ്ടത് അതിൻ്റെ ഫോണറ്റിക് ഫീച്ചേഴ്സാണ് ഓർ സൗണ്ട്. It should be the intonation that should first attract one's attention. That means നമ്മളൊരു when we hear or when we listen to a foreign language, അതിൻ്റെ ഫോണറ്റിക് ഫീച്ചേഴ്സ് എസ്പെഷ്യലി ഇൻറ്റൊണേഷൻ ആണ്. ഇൻറ്റൊണേഷൻ നിങ്ങൾക്കറിയാം, ഫാളിങ് ആൻഡ് റൈസിങ് ഇൻറ്റൊണേഷൻ നമുക്കറിയാം. അപ്പോൾ അതാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ആഫ്റ്റർ ഇൻറ്റൊണേഷൻ വൺ ഷുഡ് ലിസൺ ഫോർ പെർട്ടിക്കുലർ സ്ട്രൈക്കിംഗ് കോൺസണൻസ്. പിന്നെ അതിൽ പെർട്ടിക്കുലർ സ്ട്രൈക്കിംഗ് കോൺസണൻസിനെ നമുക്ക് ശ്രദ്ധിക്കാം. When the listener is able to distinguish a few set of striking consonants, then he can shift his attention on vowels. So first ഏതിലേക്ക് ശ്രദ്ധ കൊടുക്കുക, കോൺസണൻസ്. കാരണം കോൺസണൻസ് ആണല്ലോ മോർ പ്രൊനൗൺസ്ഡ്. അപ്പോൾ കോൺസണൻസ് സൗണ്ട് നോക്കുന്നു. Then you can shift your attention to the vowel sounds. Vowels are less contrastive and hence more difficult to distinguish. നമുക്കറിയാം കോൺസണൻറ്റിനെ പോലെ അല്ല വവൽ സൗണ്ട്. വവൽ സൗണ്ടിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്, കാരണം ഇൻ ബിറ്റ്വീൻ വരുന്നതാണ് വവൽ സൗണ്ട്സ്. After learning to distinguish various individual sounds, he has to listen 4 types of sound. അതിൽ ആസ്പിറേറ്റഡ് കോൺസണൻസ് ഉണ്ട്, വോയിസ്ഡ് അല്ലെങ്കിൽ വോയിസ്ലെസ് ഉണ്ട്, ലോങ് വവൽസ് ഉണ്ട്, ഷോർട്ട് വൺസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, ആൾ വേർതിരിച്ച് പഠിക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാക്കണം. നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൗണ്ട്സ്. ആസ്പിറേറ്റഡ് ലൈക്ക് ഹേർ സൗണ്ട് ചേർന്ന് വരുന്ന കോൺസണൻസ് ഉണ്ട്, ദെൻ വോയിസ്ഡ് അല്ലെങ്കിൽ വോയിസ്ലെസ് സൗണ്ട് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ UGയിൽ പഠിച്ചതായിരിക്കും. ദെൻ വി ഹാവ് ദ ലോങ് വവൽസ് ആൻഡ് ഷോർട്ട് വവൽസ്. ഇതൊക്കെ ലോങ് വവലും ഷോർട്ട് വവലിൻ്റെയും എക്സാമ്പിളാണ്. അപ്പോൾ ഇത് വേർതിരിച്ചറിയാൻ ഒരുപാട് ലിസൺ ചെയ്യുമ്പോൾ the individual must be able to distinguish between these kinds of sounds. ഇനിയാണ് ലിസണിങ് ആക്ടിവിറ്റീസ്. നമുക്ക് പല ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലിസണിങ് ആക്ടിവിറ്റീസ് കൊടുക്കാം. ഫസ്റ്റ് വൺ, ലിസണിങ് ആൻഡ് ഫോളോയിങ് എ റൂട്ട്. അതായത് റൂട്ട് കണ്ടുപിടിച്ച് ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തുക എന്നുള്ള ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഗെയിമാണിത്. ഇവിടെ ഇൻ ദിസ് എക്സസൈസ് എ റൂട്ട് മാപ്പ് ഇസ് ഗിവൺ ടു ദ സ്റ്റുഡൻസിന് റൂട്ട് മാപ്പ് കൊടുക്കുകയാണ്. ടീച്ചർ എന്ത് ചെയ്യുകയാണ്, ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ പ്രീ ലിസണിങ് സെഷൻ പ്ലേസ് ദ ടേപ്പ് ഓൺ. അതായത് ഒരു ടേപ്പിൽ ഒരു പെർട്ടിക്കുലർ ഓഡിയോ സ്റ്റാർട്ട് ചെയ്യും. ദ ടേപ്പ് സ്ക്രിപ്റ്റ് ഹാസ് ദ ഡിസ്ക്രിപ്ഷൻ. ആ ടേപ്പിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും സ്ഥലത്തിനെ പറ്റി. അതായത് ഒരു റൂട്ടിനെ പറ്റിയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. കുട്ടികൾ എന്ത് ചെയ്യണം, ആ ഒരു റൂട്ടിലൂടെ ആ ഡിസ്ക്രിപ്ഷൻ കേട്ടിട്ട് ആ റൂട്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് സ്പെസിഫിക് പ്ലേസിലേക്ക് എത്തണം. ഇതൊരു ലിസണിങ് ആക്ടിവിറ്റിയാണ്. ദെൻ ദ സെക്കൻഡ് ആക്ടിവിറ്റി, റൈറ്റിംഗ് മെസ്സേജ്
ഓഫ് എ ടെലിഫോൺ കോൾ. ഇതെങ്ങനെയാണ്? നവഡേസ് ടെലിഫോൺ ഹാസ് ബിക്കം നെസസറി, സോ ഇറ്റ് ഇസ് മാൻഡേറ്ററി ഓൺ ദ പാർട്ട് ഓഫ് ദ ടീച്ചർ ടു ട്രെയിൻ ദ ഇയർ ഓഫ് ദ സ്റ്റുഡൻസ് ടു ലിസൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ് എ ടെലിഫോൺ കോൺവെർസേഷൻ. ഇത് ടെലിഫോൺ കോൺവെർസേഷൻ നമുക്കറിയാം കൂടുതൽ നമ്മൾ വി സ്പെൻഡ് അവർ ടൈം ഓൺ ഫോൺ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടെലിഫോൺ കോൺവെർസേഷൻ എങ്ങനെ സംസാരിക്കാമെന്നും എങ്ങനെ അതിൽ ലിസൺ ചെയ്യാമെന്നും പഠിപ്പിക്കുന്ന ഒരു രീതിയാണ്, ആക്ടിവിറ്റിയാണത്. ഇറ്റ് വിൽ ഫെസിലിറ്റേറ്റ് ഹിം ടു ഹാവ് എ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഓവർ ഫോൺ. അപ്പോൾ എന്ത് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്? സ്റ്റുഡൻസ് ഷുഡ് ലിസൺ ടു എ ടെലിഫോൺ കോൺവെർസേഷൻ. സ്റ്റുഡൻസ് എന്ത് ചെയ്യണം? ടെലിഫോൺ കോൺവെർസേഷൻ ലിസൺ ചെയ്ത് അതിനെപ്പറ്റി മെസ്സേജ് എഴുതുന്നതിനെയാണ്, അതിനെ ബേസ് ചെയ്തിട്ട് എഴുതുന്നതിനെയാണ് ഈ ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ദെൻ ലിസണിങ് ടു എ റെസിപ്പി